നമസ്തേ. 27/6/2025 വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 27/6/2025 വെള്ളി. ഇടവം, കന്നി, തുലാം, കുംഭം രാശിക്കാർക്ക് ശുഭകരവും, മേടം, മിഥുനം, ചിങ്ങം, ധനു, മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഈ കഠിന ദോഷം എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നാമജപവും ഈശ്വരാരാധനയൊക്കെ നടത്തിയാൽ അത് മാറിക്കോളും. അപ്പോൾ അതിനകത്ത് അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നമുക്ക് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഒരു വാക്ക് അതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതേപോലെ നിങ്ങൾ പലരും ഇടുന്ന കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. ആ കമൻറ്റുകളൊക്കെ തന്നെയാണ് എനിക്ക് കൂടുതൽ ശ്രദ്ധയോടും കൂടുതൽ താല്പര്യത്തോടും കൂടെ ഈ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം വളരെ കൃത്യമായി തന്നെ കമൻറ്റ് ചെയ്യുക. ഇത് കേൾക്കുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമഃശിവായ എന്നോ അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടദേവതയുടെ നാമമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ നാമം കമൻറ്റ് ചെയ്യുന്നത് പോലും പുണ്യമാണല്ലോ. ആ നാമം ഓർക്കുന്നത് പോലും, ഇഷ്ടദേവതയുടെ നാമം ഓർക്കുന്നത് പോലും പുണ്യമായതുകൊണ്ട് അത് കമൻറ്റ് ചെയ്യുന്നതും പുണ്യം തന്നെയാണ്. അതുകൊണ്ട് ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ചെയ്താലും മതി. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കേൾക്കുന്ന എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് പൊതുവെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ തയ്യാറാക്കുന്നതാണ്. ഒരിക്കലും വെറുതെ തമാശയ്ക്ക് വന്നിരുന്ന് പറയുന്നൊന്നുമല്ല. ഇതേപോലെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ അധികം അധ്വാനമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് ഈ കമൻറ്റ് ചെയ്യുമ്പോൾ ഈ കമൻറ്റിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. കുറച്ച് മേന്മയാക്കാൻ കഴിയുന്ന കമൻറ്റുകൾ അത് ഉൾക്കൊള്ളിക്കാൻ കഴിയും. നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റുകളും സ്വീകരിക്കാൻ ചിലപ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകും. നല്ലതായിരിക്കും നിങ്ങൾ പറയുന്നത്, അത് ഞാൻ ഉൾക്കൊള്ളും. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ചിലപ്പോൾ എൻ്റെ സമയവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്വീകരിച്ചെന്ന് വരില്ല. അതിൻ്റെ നന്മയില്ലായ്മയല്ല അത് സ്വീകരിക്കാത്തതിൻ്റെ കാരണം എൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് എന്നറിയുക. എങ്കിലും നമുക്കത് പരമാവധി നിങ്ങളുടെ കമൻറ്റുകളിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നല്ല രീതിയിലാക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയും. എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ദോഷം പറയുന്നു എന്ന് പറയരുത്. കാരണം ദോഷം പറയുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ആർക്കും ദോഷങ്ങൾ വരരുതേ ഭഗവാനെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഓരോ ദിവസത്തെയും ഫലം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ദോഷങ്ങൾ കൃത്യമായി ഞാൻ പറയും കാണുന്നത്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ പല ദോഷങ്ങളെയും ഒഴിവാക്കാൻ കഴിയും. ഗ്രഹങ്ങൾ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചില ദോഷങ്ങൾ ഉണ്ടാവും. പക്ഷേ ഭഗവാൻ നമുക്ക് വിശേഷ ബുദ്ധിയും തന്നിട്ടുണ്ട്. അത് ഈ ദോഷങ്ങളെല്ലാം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മറികടക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബുദ്ധി അനുസരിച്ച് അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയും. പിന്നെ നമ്മൾ നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈശ്വരാനുഗ്രഹവും കൂടെ ആകുമ്പോൾ നമുക്ക് എത്ര ദോഷമാണെങ്കിലും ആ ഒരു ദിവസത്തെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ അത് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. മുഴുവൻ ദോഷകരത്തിന് മാറ്റാൻ കഴിയും. അത്രയെങ്കിലും ആകുമല്ലോ നമുക്ക്. ഒരു മനുഷ്യ പ്രയത്നത്തിന് അത്രയും ആകൂ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഇതിനെ സമീപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംശയവും വേണ്ട. ഈ നക്ഷത്രഫലം വളരെ പോസിറ്റീവായ ഫലങ്ങൾ തന്നെ നൽകും. ഒരു സംശയമില്ല. നിങ്ങളെ ചുമ്മാ ആനന്ദിപ്പിക്കുവാനോ വെറുതെ സന്തോഷിപ്പിക്കുവാനോ വേണ്ടിയല്ല ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ആനന്ദവും സന്തോഷവും ഒന്നും തന്നെ ജീവിതത്തിൽ ക്രിയാത്മകമായ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ദോഷങ്ങളുണ്ടാകാവുന്ന സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഭാഗങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞ് അങ്ങനെ സാധ്യതയെ മുൻകൂട്ടി കണ്ട് അത് വരാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസം ക്രിയാത്മകമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ കഴിയണം എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. അത് നിങ്ങൾക്ക് വളരെ ഇതിൻ്റെ പുറകിലുള്ള കമൻറ്റുകൾ ചെയ്യുന്ന എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പലരും നല്ല രീതിയിൽ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അവരൊക്കെ സ്വാഗതം. നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറവാണ്. നെഗറ്റീവ് വന്നാലും അതും സ്വാഗതം. കാരണം നമുക്കത് നന്നാക്കി എടുക്കാൻ അത് സഹായിക്കും. അപ്പോൾ എന്താണെങ്കിലും പറയാൻ ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാൻ ശ്രമിക്കുക. ഇനി വേറെ ഒന്നും പറയാനില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. പിന്നെ ഇനി ഇത് വ്യക്തിപരമായ ഫലമല്ല ഞാനീ പറയുന്നത്, പൊതുവായ ഫലമാണ്, ചന്ദ്രാധിഷ്ഠ രാശിഫലമാണ്. അപ്പോൾ വ്യക്തിപരമായ ഫലങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ആത്മവിശ്വാസം നല്ല രീതിയിൽ അനുഭവപ്പെടും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആരോഗ്യകാര്യത്തിലും മേന്മയുണ്ടാകും. പൊതുവെ ആരോഗ്യം അനുകൂലമായിരിക്കും. മനസ്സ്, ബുദ്ധിയൊക്കെ അത്ര അനുകൂലമല്ല മേടം രാശിക്കാർക്ക്. അപ്പോൾ നമ്മുടെ ചിന്താഗതികളെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനുമൊക്കെ ബോധപൂർവം ശ്രമിക്കണം. മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല ഉള്ളത്. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല, എങ്കിലും പിതൃസ്ഥാനീയർ അനുകൂലമാണ്. അവരിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും കഴിയും. എന്നാൽ അലർജി സംബന്ധമായ അസുഖമുള്ളവർ, ആസ്മ ഉള്ളവർ, അതേപോലെ ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവർ, പൊതുവെ ഉദരരോഗമുള്ളവർ, ഗർഭാവസ്ഥയിലുള്ളവർ അവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇവരൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്, അല്ലാണ്ട് ദോഷം ഉണ്ടാവുമെന്നല്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉണ്ടാകാതിരിക്കാനുള്ള നമ്മുടെ ശ്രദ്ധ ഇങ്ങനെയൊക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അർത്ഥം. അതിനങ്ങനെ തന്നെ കാണണം നിങ്ങൾ. അതേപോലെ സഹോദര സ്ഥാനീയർ മേടൻ രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഉണ്ടാവും. ഇപ്പോൾ ശത്രുക്കൾ, മറ്റു പലരും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ ചെയ്യണ്ട. അത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ശത്രുതാപരമായ പെരുമാറ്റമൊക്കെ ആവാം. അല്ലെങ്കിൽ അത് ചെന്ന് ചോദിക്കാൻ പോയാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുദോഷം ഉണ്ടാവും. കടബാധ്യതകൾ വരും. മറ്റുള്ളവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുക. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളെയും സമർത്ഥമായി തരണം ചെയ്യാനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. കുടുംബത്തിൽ ചെറിയ ഒരു സ്വസ്ഥത കുറവും മേടൻ രാശിക്കാർക്ക് അനുഭവപ്പെടാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിലംഗം അനുകൂലമല്ല. തൊഴിലംഗത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നാൽ മേലുദ്യോഗസ്ഥർ ഒരു പരിധിവരെ അനുകൂലമായിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം. ഇടവൻ രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. ഇടയ്ക്കൊരു അലസതയും സംശയമൊക്കെ ഉണ്ടാവാം പല കാര്യങ്ങളോടും. അപ്പോൾ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ വേണം. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതിൻ്റെ മേന്മയുണ്ടാകും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയും ചെയ്യും.
സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകും. മുൻകോപം മൂലം പ്രശ്നങ്ങളുണ്ടാവും, ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഒരഭിപ്രായവും പറയാനായിട്ട് ഇടവക്കൂറുകാർ പോകരുത്. കാരണം പറയുന്നതായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാഗ്രഹിച്ച് പറയുന്നതായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾ ദോഷകരമായി തീരും. അതേപോലെ എന്തെങ്കിലും ധനപരമായോ മറ്റോ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയേ വാക്കുകൾ ഉപയോഗിക്കാവൂ. അതല്ലെങ്കിൽ ആ വാക്കുകൾ മൂലം നഷ്ടമുണ്ടാവും. അത് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായി തീരും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. പുതിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന ഒരു സമയമാണ്. പുതിയ തൊഴിലവസരങ്ങളെക്കുറിച്ച് ആലോചിക്കാനും സൃഷ്ടിക്കാനും കഴിയുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ജാതകം കൂടെ പരിശോധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനെങ്കിലും പൊതുവെ അനുകൂലമായ സമയമാണ്. ഒരു കാരണവശാലും നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഇടവൻ രാശിക്കാർ ഉപയോഗിക്കരുത്. അതേപോലെ അനുചിതമായ ചില സുഹൃബന്ധങ്ങളിൽ ചെന്ന് ചടാരിക്കാനും ശ്രമിക്കുക. ഈ അനുചിത സുഹൃബന്ധം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടാകുന്ന അർത്ഥം ഇല്ല. നമ്മുടെ കൂടെ തന്നെയുള്ള ലഹരി ഉപയോഗിക്കുന്നതും മറ്റുമായിട്ടുള്ള പഴയ സുഹൃത്തുക്കളായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ അവരുമായിട്ടുള്ള സുഹൃബന്ധം ആ സമയത്ത് ഒഴിവാക്കുക. അവർ ലഹരി കഴിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പോകാതിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഒഴിവാക്കുക എന്നത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഇടവൻ രാശിക്കാർക്ക് ഗുണകരമായ ഫലം ലഭിക്കും. ഇനി മിഥുനം രാശി. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. മകേരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. അതാണ് മിഥുനം രാശി. മിഥുനം രാശിക്ക് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ ആവശ്യമുള്ള സമയം. മനസ്സും ബുദ്ധിയൊന്നും അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ജലദോഷം, ആസ്മ, അതുപോലെ മാനസികമായ അസ്വസ്ഥതയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. പൊള്ളലേക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നർത്ഥം. ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന സമയമാണ്. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമായിരിക്കും. എന്നാൽ മാതൃപിതൃ സ്ഥാനീയരിൽ നിന്ന് അത്ര അനുകൂലമായ സ്ഥിതി ഉണ്ടാവുകയില്ല. കടബാധ്യത ഒക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരുന്ന ദിവസമായതുകൊണ്ടും ധനപരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ അത് കടം തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അത് മറ്റൊരു കാര്യത്തിന് മാറ്റിവെച്ചാൽ കടം തീർക്കാനും പറ്റില്ല, മറ്റൊരു കാര്യം നടക്കുകയില്ല. അതല്ലാണ്ട് എങ്ങനെയോ അറിയാതെ അത് ചിലവായി പോകും. അവസാനം ചിലവായത് എങ്ങനെയെന്ന് പോലും പിടിയുണ്ടാവില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ, കയ്യിൽ കിട്ടിയാൽ ഉടൻ കടം തീർക്കാൻ കഴിയുക, കടം തീർക്കാനുള്ള ഒരു യോഗമുള്ള സമയമായതുകൊണ്ട് അത് വിനിയോഗിക്കുക. മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നടക്കും എന്ന് മനസ്സിലാക്കുക. ധനപരമായി അത്ര അനുകൂലമല്ല. മക്കളുമായിട്ട് ചെറിയ കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. പൊതുവെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹപ്രവർത്തകർ അത്ര അനുകൂലമൊന്നുമല്ല. അതേപോലെ മേലുദ്യോഗസ്ഥരും തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കണം. പൊതുവെ തൊഴിൽ രംഗം അനുകൂലമല്ല എന്ന് ചുരുക്കം. എങ്കിലും പൊതുവെ ആ ദിവസത്തെ ഫലം ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയിലായിരിക്കുകയും ചെയ്യും. ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശിക്ക് ദോഷമാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ദോഷമാണ്. കഠിന ദോഷമാണ്. അതുകൊണ്ട് നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കിയിട്ടാണ് തൻ്റെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കാവൂ.
എത്ര ദോഷമുണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ തീരാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ നമ്മൾ അതല്ല, അഹങ്കാരത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ വരുന്ന ആ കയറ്റം ചിലപ്പോൾ ഒരു നിമിഷ നേരം കൊണ്ടില്ലാതെ ആവാം. ഭഗവാന്റെ അനുഗ്രഹത്തോടെ കിട്ടുന്ന കയറ്റം പതുക്കെയാണെങ്കിലും ഒരുപക്ഷെ അത് സ്ഥായിയായി നിലനിൽക്കുന്നതുമായിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നന്നായി ശ്രമിക്കുക കർക്കിടക രാശിക്കാർ. അപ്പോൾ ഫലം ചെയ്യും. പൊതുവെ അവർക്ക് ആരോഗ്യനില അനുകൂലമല്ല. എല്ലാത്തിലും അലസതയും ക്ഷീണവുമൊക്കെ ആയിരിക്കും. വേണ്ടതുപോലെ ചെയ്യാനായിട്ട് തോന്നില്ല. എന്നാൽ മനസ്സിനൊരു ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. കാരണം പല കാര്യങ്ങളും മനസ്സിൽ സ്വാധീനിക്കില്ല. അതങ്ങോട്ട് ഈ ദിവസം കൊണ്ട് മാറിപ്പോകും. അങ്ങനെ ഒരു ഗുണമുണ്ട്. മനസ്സും ബുദ്ധിയൊക്കെ ഒരുമാതിരി അനുകൂലമായിട്ട് പ്രവർത്തിക്കും. പിന്നെ മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഈ മാതൃസ്ഥാനീയർ അനുകൂലമായി തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് ഒരാളുണ്ട്. നമ്മളെ കുറ്റപ്പെടുത്താത്ത ഒരാൾ അമ്മയായിരിക്കും. എത്രയൊക്കെ പറഞ്ഞാലും അമ്മ കുറ്റപ്പെടുത്തില്ല. മാതൃസ്ഥാനീയർ ഭൂരിഭാഗം അങ്ങനെ കുറ്റപ്പെടുത്തൽ കുറവായിരിക്കും. ഇനി കുറ്റപ്പെടുത്തിയാൽ തന്നെ അത് നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള കുറ്റപ്പെടുത്തലും ആയിരിക്കില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാകത്തുള്ള കുറ്റപ്പെടുത്തലായിരിക്കും. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആസ്മ പോലുള്ള അസുഖങ്ങൾ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. കടബാധ്യത വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനപരമായ ഇടപാടുകൾ പരമാവധി കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കി വയ്ക്കുക. അത്യാവശ്യമുള്ളത് മാത്രം ചെയ്യുക. കടബാധ്യത വരാം. അതേപോലെ മറ്റുള്ളവരുമായി കലഹം വരാം. എടുത്തുചാട്ടമുണ്ടാകാം. വാക്കുകളെ വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കണം. കാരണം വാക്കുകൾ മൂലം നഷ്ടം കൂടെ വരാനുള്ളൊരു സാധ്യതയുള്ള ദിവസമായതുകൊണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. മക്കളും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിനും ഒരു സ്വസ്ഥത കുറവായിരിക്കും. തൊഴിലരംഗം മേന്മയുള്ളതല്ല. കർക്കിടകക്കാർക്ക് പൊതുവേ മേന്മയുള്ളതല്ല. അപ്പോൾ ജാതക അനുകൂലമാണെങ്കിൽ കുറേ മാറ്റം വരും. ഈ ദോഷങ്ങളൊക്കെ കുറച്ച് കുറയും. എങ്കിലും പൊതുവെ ഒരു ദോഷകരമായ ദിവസം തന്നെയായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊതുവേ ദോഷമാണ്. അപ്പോൾ മനഃപൂർവ്വം നമ്മൾ ദോഷം ഉണ്ടാക്കിക്കൊണ്ട് വരരുത്. അതേപോലെ അനുചിതമായ സുഹൃബന്ധങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകക്കാർ. ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യമൊക്കെ അനുകൂലമാണ്. ആത്മവിശ്വാസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം പണ്ടങ്ങോ നടന്ന എന്തെങ്കിലും ചിന്തയൊക്കെ മനസ്സിലേക്ക് കയറി വന്നിട്ട് നമ്മളെ വെറുതെ വേദനിപ്പിക്കും. അപ്പോൾ അങ്ങനെ അതില്ലെങ്കിൽ ഒരാളോട് വ്യക്തിപരമായൊരു വിരോധം തോന്നിക്കും മനസ്സിൽ. അങ്ങനെയൊക്കെ വരാതിരിക്കാനും ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ സമയദോഷം വരുമ്പോഴല്ലേ നമ്മളോട് മറ്റുള്ളവർക്ക് വിരോധം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആരെയെ വെറുക്കുക? നമ്മുടെ സമയദോഷം കൊണ്ടുവരുന്നതിനെ നമ്മളോട് തന്നെയല്ലേ നമുക്ക് ഇത് വരേണ്ടത്. അപ്പോൾ നമ്മൾ മറ്റൊരാളെ വെറുക്കാതിരിക്കുക. നമ്മുടെ സമയദോഷമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ മനസ്സിൻ്റെ വെറുപ്പ് ഇടയ്ക്ക് കയറി വരുന്നതിനൊക്കെ മാറ്റിയിട്ട് മനസ്സിൽ നല്ല ചിന്തകളെ നിറയ്ക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ആ ദിവസം നന്നാക്കി എടുക്കാൻ കഴിയും. കാരണം ഗുണദോഷ സമ്മിശ്രമാണല്ലോ. അപ്പോൾ മനസ്സുകൂടെ കേന്ദ്രീകരിച്ചാൽ അത് നന്നാകും. അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില നഷ്ടങ്ങളുണ്ടാവും. ഈ ഗർഭാശയ സംബന്ധമായ അസുഖമുള്ളവരും ശ്രദ്ധിച്ചോളണം കേട്ടോ. അവർക്ക് അനുകൂലമല്ല. അതേപോലെ ആസ്മ പോലെ അലർജി സംബന്ധമായ രോഗമുള്ളവർക്കും ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. കടബാധ്യത വരാം. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം കലഹം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് സുഹൃബന്ധങ്ങളും ബന്ധുക്കളും അനുകൂലമല്ലാത്തതുകൊണ്ട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ, കരുതൽ കൊടുക്കണം. അവരോടൊക്കെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിലും ഈ ദിവസം അത്ര അനുകൂലമല്ല. വാക്കുകൾ വരുന്നത് അവർ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അത് ദോഷമായിട്ട് വരില്ലേ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിലും ഒരു സമാധാനം ഉണ്ടാവും.
മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി. ഒരു ഭാഗ്യക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. നന്നായിട്ട് ഈശ്വരാധീനത്തെ കുറയും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അനുചിതമായ സുഹൃബന്ധങ്ങളും ഉണ്ടാകരുത്. കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്ക് ഗുണകരമായൊരു ദിവസമാണ്. വലിയ ദോഷമൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ്. അവരുടെ ആരോഗ്യനിലയും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നും ഉണ്ടാവില്ല. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ആരോഗ്യകാര്യത്തിലൊക്കെ ചെറിയ മേന്മ വരികയും ചെയ്യും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വരും. മറ്റുള്ളവരുമായി ചില കലഹങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും വാക്കുകളൊക്കെ അനുകൂലമായതുകൊണ്ട് കുറേയൊക്കെ ദോഷങ്ങളെ കുറയ്ക്കാനും കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. ധനപരമായി അത്ര അനുകൂലമായ സമയമല്ല. ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരിൽ നിന്ന് കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാലും മേലുദ്യോഗസ്ഥർ കുറച്ചൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്ക് ഗുണകരമായ ദിവസമാണ്. ശുഭകരമായൊരു ദിവസമാണ്. എങ്കിലും അവരുടെ ആരോഗ്യത്തിലൊരു ശ്രദ്ധ വേണം. ഒരാത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലും അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരെ ഗുരുക്കന്മാരൊക്കെ കുറച്ച് പ്രതികൂലമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. ഈ മാനസികമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നവരൊക്കെ കൃത്യമായി മെഡിസിൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യത കുറയ്ക്കാൻ കഴിയും. മറ്റുള്ളവരുമായിട്ടൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നല്ല സുഹൃബന്ധം സൃഷ്ടിക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കൾ അനുകൂലമാണ്. എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ കലഹങ്ങൾ ഉണ്ടാവാം. തൊഴിൽ മേഖല നേട്ടമുള്ളതാണ്. തൊഴിൽ രംഗത്ത് ശ്രദ്ധിച്ച പുതിയ പ്രവർത്തന മേഖല ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല. കഠിന ദോഷമുള്ള സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ വലിയ ദോഷം ഉണ്ടാവും. അപ്പോൾ ആ ദിവസത്തെ വളരെ ദൈവാധീനം ഉണ്ടാക്കി നാമജപമൊക്കെ നടത്തി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് തൻ്റെ കർമ്മമേഖലയിലേക്ക് പ്രവേശിക്കണം. വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യവും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. സഹോദര സ്ഥാനീയരോ ഒന്നും അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമായിരിക്കില്ല. കുടുംബത്തിൽ സ്വസ്ഥത കുറയും. തൊഴിൽ രംഗത്തും അനുകൂലമല്ല. അങ്ങനെ പൊതുവേ അനുകൂലമല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃബന്ധങ്ങളെയും ശ്രദ്ധിക്കണം. അനുചിതമായ സുഹൃബന്ധം ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ച് നല്ല ഈശ്വരാരാധനയോടുകൂടി മുന്നോട്ട് പോയാൽ വൃശ്ചിക രാശിക്കാർക്ക് അല്പമൊക്കെ ആശ്വാസം കിട്ടും. ജാതകം ഗുണകരമാണെങ്കിൽ കുറച്ച് ദോഷം കുറയുകയും ചെയ്യും.
അപ്പോൾ നന്നായിട്ട് ഈശ്വരനെ ഭജിക്കാൻ ശ്രമിക്കേണ്ടവരാണ് വൃശ്ചിക രാശിക്കാരെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആത്മവിശ്വാസക്കുറവും ഒക്കെ ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃവ്രത സ്ഥാനീയർ അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആരോഗ്യകാര്യത്തിൽ വളരെ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിയായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. മുൻകോപത്തെ നിയന്ത്രിക്കണം. വാക്കുകളെ പ്രത്യേകിച്ച് നിയന്ത്രിക്കണം കേട്ടോ. വാക്കുകൾ വേണ്ട രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുക. അതുകൊണ്ട് വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധ മൂലമുണ്ടാകുന്ന ഓർമ്മക്കുറവ് പ്രയാസം ഉണ്ടാക്കും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. മക്കൾ അനുകൂലമാണ്. ജീവിത പങ്കാളി അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനം ഉണ്ടാവും. എന്നാൽ തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളുണ്ടാവും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. അപ്പം അതുകൊണ്ട് ധനുരാശിക്കാർ എങ്കിലും ധനുരാശിക്കാർക്ക് കുറച്ച് ദൈവാധീനമൊക്കെ ഉള്ള ദിവസമായിരിക്കും. അതിൻ്റെ ഒരു മേന്മ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസം തന്നെയാണ്. എങ്കിലും അവർക്ക് ആത്മവിശ്വാസമുള്ള ദിവസമായിരിക്കും. അലസതയൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയും. മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും. ഗുരുക്കന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹമുള്ളൊരു ദിവസമായിരിക്കും. ആരോഗ്യത്തിനും വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. എടുത്തുചാട്ടം വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വളരെ കരുതലോടെ വേണം മകരക്കൂറുകാർ ഉപയോഗിക്കാൻ. കാരണം പറയുന്നതായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട്. അതുമാത്രമല്ല, വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധയും കരുതലും മകരം രാശിക്കാർക്ക് ആവശ്യമാണ്. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. തൊഴിൽ മേഖല അനുകൂലമാണ്. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ കിട്ടും. എന്നാൽ ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധങ്ങളും ഉണ്ടാക്കരുത്. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് ഗുണകരമായ ദിവസമാണ്. എങ്കിലും അവരുടെ ആരോഗ്യം അത്ര മേന്മയുള്ള ദിവസമല്ല. ഗുണകരമാണെങ്കിലും അലസത ഒക്കെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന ആ ഒരു രീതി നിർബന്ധമായും ഒഴിവാക്കുക. അത് ശ്രദ്ധിച്ച് കാര്യം ചെയ്യുക. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടാവും. നേത്ര രോഗങ്ങളുള്ളവർ, ഉദര സംബന്ധമായ രോഗമുള്ളവർ, പിത്തരോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും അത് വലിയ പ്രശ്നമൊന്നുമില്ല. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിപൂർവം മാറാൻ കഴിയും. കാരണം ബുദ്ധിയും മനസ്സും അനുകൂലം കൂടെ ആണല്ലോ. അതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽരംഗത്ത് അത്ര അനുകൂലമല്ല. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽരംഗത്ത് പോകരുത്. മീനം രാശി ദോഷമാണ്. പ്രത്യേകിച്ച് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വാദസംബന്ധവും പിത്തസംബന്ധവുമായ അസുഖമുള്ളവർക്ക്
വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ഉദര സംബന്ധമായ അസുഖമുള്ളവർ, ഗർഭാശയ രോഗങ്ങളുള്ളവർ, ഗർഭാവസ്ഥയിലുള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആസ്മ, മാനസിക അസ്വസ്ഥത, ഇങ്ങനെയുള്ള രോഗമുള്ളവരും ശ്രദ്ധിക്കുക. ഇവരൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കൃത്യമായി കഴിക്കുക. മനസ്സ് ഒക്കെ അസ്വസ്ഥതയുള്ളവർ മനസ്സിന് സന്തോഷകരമായ വാക്കുകൾ കേൾക്കാൻ ശ്രമിക്കുക. മൊബൈലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ അതിനകത്ത് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ മനസ്സിനെ ഒരു ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ ബോധപൂർവ്വം ശ്രമിച്ച് ഇതൊക്കെ നടക്കും. മെഡിസിൻ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടവർ അങ്ങനെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നന്നാവും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത കുറയ്ക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനപരമായി അത്ര അനുകൂലമായ സമയമല്ല, ചില നഷ്ടമൊക്കെ ഉണ്ടാവും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. എന്നാൽ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മീനക്കുറുകാർ ശ്രദ്ധിക്കണം. ഒന്ന് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ ഇവർക്ക് ഒരു പരിധിവരെ ആ ദോഷം എന്നുള്ളത് ഗുണദോഷം സമ്മിശ്രമാക്കാൻ പറ്റും. അപ്പോൾ അത് സ്വയം നമ്മൾ ശ്രദ്ധിക്കുന്നതനുസരിച്ചിരിക്കും. ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. അത് മനസ്സിലാക്കി ഇത് കേൾക്കുക, ഇതിനെ പിന്തുടരുക. ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷം വരില്ല, അത് ഉറപ്പാണ്. ഇത് പിന്തുടർന്നാൽ ഇതിനകത്ത് പറയുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ആ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യതയൊക്കെ കുറയ്ക്കാൻ പറ്റും. നന്നായി ഈശ്വരാരാധന എടുത്തു പോവുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ ഈ നക്ഷത്രഫലം തയ്യാറാക്കാനായിട്ട് ഇരിക്കുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അമ്മേ നാരായണ.